അപ്പൊ നമ്മൾ രണ്ടാം ഭാഗം കഴിഞ്ഞു അല്ലെ. 1001 രാവുകളിലെ ധർമ്മിഷ്ഠനായ ഷെയ്ഖ് എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് പറഞ്ഞത് അല്ലെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അതിന്റെ മൂന്നാം ഭാഗമാണ്. എവിടെ നമ്മൾ കഥ നിർത്തിയത്? അതായത് രണ്ടാമതും ഹസൻ 200 ദിനാർ വാങ്ങിച്ചിട്ട് ഒരു കയറിന്റെ മുതലാളിയെ കാണാൻ വേണ്ടി പോയി അല്ലെ. അപ്പൊ സുബൈദ ഇതൊന്നും അറിയുന്നില്ല. ഈ കലത്തിൽ, അതായത് പാത്രത്തില് പൈസ ഇട്ട വെച്ച കാര്യം ആരും അറിയുന്നില്ല, സുബൈദ അറിയുന്നില്ല. അപ്പൊ ഒരു പാത്രം വിൽക്കുന്ന ഒരാള്, പഴയ പാത്രങ്ങളൊക്കെ എടുക്കുന്ന ഒരാള് സുബൈദയുടെ വീട്ടിലേക്ക് വരികയാണ് അല്ലെ. അപ്പൊ അസൻ എവിടെയല്ലേ? അസനങ്ങ് യാത്ര പോയിരിക്കുകയാണ് അല്ലെ, കച്ചവടം ബിസിനസ് ഉറപ്പിക്കാൻ വേണ്ടിട്ട് മുതലാളിയായിട്ട്. അപ്പോഴാണ് ഈ സുബൈദയുടെ വീട്ടിലേക്ക് ആര് വരുന്നത്? ഈ ഒരു പാത്രം വിൽക്കുന്ന, പഴയ പാത്രങ്ങളൊക്കെ എടുക്കുന്ന ഒരാള് വരുന്നത്. അങ്ങനെ സുബൈദയുടെ വീട്ടിലെത്തി. അയാൾ ചോദിച്ചു, ഇവിടെ പിന്നെ എന്താ പറയാ, അയാൾ ഒരു എണ്ണയും വിൽക്കുന്ന ഒരാളാണ്. ജെയ്ത്തെണ്ണ എന്ന് പറയും. ഈ അറബികള് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് ജെയ്ത്തെണ്ണ. നമ്മള് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ പോലെ അവർ ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് ജെയ്ത്തെണ്ണ. അപ്പൊ ജെയ്ത്തെണ്ണയുണ്ട്. അന്നത്തെ കാലത്ത് നല്ല പൈസയുള്ള വീടുകളിലെല്ലാം ഈ ജെയ്ത്തെണ്ണയിൽ ഉപയോഗിക്കുക. തലയിൽ നല്ല മണത്തിന് വേണ്ടിയിട്ടൊക്കെ അത് തേക്കും, തലയിലൊക്കെ തേക്കും. അങ്ങനെ സുബൈദക്ക് ജെയ്ത്തെണ്ണയൊന്നും വാങ്ങാനുള്ള പൈസ ഇല്ലല്ലോ. അതുകൊണ്ട് അവളൊന്നും ഇതുവരെ അങ്ങനെ തേക്കാറൊന്നുമില്ല, തലയിലൊന്നും ജെയ്ത്തെണ്ണ തേക്കാറില്ല. അങ്ങനെ ഈ പാത്രം വിൽക്കുന്ന അയാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ജെയ്ത്തെണ്ണ വേണോ ചോദിച്ചു. അപ്പൊ സുബൈദ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട, എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു, പഴയ എന്തെങ്കിലും സാധനങ്ങൾ തന്നാൽ മതി, ഞാൻ കുറച്ച് ജെയ്ത്തെണ്ണ തരാം, പഴയ പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കുന്ന പറഞ്ഞു. അപ്പൊ സുബൈദ പറഞ്ഞു, ഇവിടെ പഴയ പാത്രമൊന്നും ഇല്ല, ഇവിടെ ആകെ ഉപയോഗിക്കുന്ന 4-5 പാത്രങ്ങളേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, എന്തെങ്കിലും ആയിട്ട് കിട്ടും, ഒന്ന് വീട്ടിന്റെ അകത്തോ ഉള്ളിലോ പുറത്തോ എവിടെങ്ങ് പോയിട്ട് നോക്കുന്ന പറഞ്ഞു. സുബൈദ പറഞ്ഞു, നോക്കാനൊന്നുമില്ല, എനിക്കറിയില്ല എന്റെ വീട്, ഇവിടെ അങ്ങനെ ഒരു പാത്രം ഇല്ല, എന്നാൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ജെയ്ത്തെണ്ണ തരുന്ന എന്തെങ്കിലും തരുവാണ്. സുബൈദ വിചാരിച്ച് ഏതായാലും എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ വിചാരിച്ചിട്ട് വീട് മൊത്തം ഇങ്ങനെ പരതുകയാണ്, എന്തെങ്കിലും ഇത് കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ആ സുബൈദ അവിടെ എത്തി, അടുക്കളയിലെത്തി. അടുക്കളയിലെത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരുപാട് കാലമായിട്ട് ആരും എടുക്കാണ്ട് വെച്ചിരിക്കുന്ന, ഒരു ഉപയോഗത്തിനും ഇല്ലാത്ത ആ പാത്രം കാണുന്നത് അല്ലെ. വീട്ടിൽ കൂടുന്ന അന്ന്, ഹൗസ് വാമിങ്ങിന്റെ അന്ന് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ആ പാത്രം കാണുന്നത്. അപ്പൊ സുബൈദ ഇതില് പിന്നെ 200 ദിനാർ ഉണ്ടെന്നൊന്നും സുബൈദ അറിയുന്നില്ലല്ലോ. അവളെന്ന് വിചാരിച്ചു, ഏതായാലും ഇത് കൊടുത്തിട്ട് കുറച്ച് ജെയ്ത്തെണ്ണ വാങ്ങാം, ഇതിനെ കൊണ്ട് അങ്ങനെങ്കിലും ഒരു ഉപകാരം കിട്ടിട്ട് എന്നുള്ള ചിന്തയിൽ ആ പാത്രം അങ്ങനെ തന്നെ എടുത്തു കൊണ്ടുവന്നിട്ട് ആ പാത്രക്കാരന് കൊടുത്തു. അപ്പൊ പാത്രക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുന്നു, ഏതായാലും ഞാൻ നിനക്ക് കുറച്ച് ജെയ്ത്തെണ്ണ തരാന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ച് ജെയ്ത്തെണ്ണ ഒരു പാത്രത്തിൽ വേറൊരു ചെറിയൊരു കുപ്പിയിൽ ഒഴിച്ചു കൊടുത്തു സുബൈദാക്ക്. സുബൈദ സന്തോഷത്തോടെ വാങ്ങി. ഈ പാത്രം വിൽപ്പനക്കാരൻ എന്തെന്നറിയും, ഈ പാത്രം കിട്ടിയാൽ സാധാരണ എന്താക്ക, അത് അടിച്ചു പരത്തും, ബസ് കയറിയ കലം പോലെ ആക്കുന്നാണ് പറയാറ്. അങ്ങനെയാണ് അവർക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടി അയാള് വലിയൊരു ചുറ്റിക വെച്ച് അടിച്ചു പരത്തി എല്ലാം ആകെ ഒരു കൂന കൂട്ടിയിട്ട് ഒരു അയാളുടെ ആ ബാഗിലേക്ക് ഇട്ടിട്ട് ആ പാത്രം വിൽപ്പനക്കാരൻ എന്തായി, ഇത് കൊടുത്തിട്ട് പോയി. അയാളും അറിഞ്ഞില്ല എന്ത്, ഇതിന്റെ അകത്ത് 200 ദിനാറുള്ള കാര്യം ആ പാത്ര വിൽപ്പനക്കാരനും അറിഞ്ഞില്ല. അയാൾ എടുത്തു പോയി. സുബൈദ ഇവിടെ നിന്ന് ജെയ്ത്തെണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് നല്ല സന്തോഷത്തോട് വീട്ടിന്റെ അകത്തേക്ക് പോയി. അസൻ ഉണ്ടല്ലോ, മുതലാളിയുമായിട്ട് കച്ചവടം ഉറപ്പിച്ച് ബിസിനസ്സിന് ചെയ്യണമെന്നുള്ള ചിന്തയില് അടിപൊളിയായിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. മുതലാളി സമ്മതിച്ചു, മുതലാളിന്റെ കൂടെ ഷെയർ കൂടി നല്ലൊരു ബിസിനസ് തുടങ്ങണം, അതൊക്കെ പറഞ്ഞുറപ്പിച്ച് കരാറാക്കിയിട്ട് അസൻ എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് വരികയാണ്. സന്തോഷത്തോടെ വന്നിട്ട് സുബൈദയോട്, സുബൈദ നിനക്ക് ഇന്നൊരു സംഭവം ഉണ്ടായി, നമ്മളെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. ഹാപ്പി ആയിട്ട് ഇയാൾ ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറിയിട്ട് സുബൈദ വിചാരിച്ചു, എന്ത് ഇത്ര സന്തോഷം, ഇദ്ദേഹത്തിന് ഇതുവരെ കാണാത്ത സന്തോഷമാണ്. അപ്പൊ നല്ല വാസനയടിച്ചു ആർക്ക്, അസൻ, നല്ല ജെയ്ത്തെണ്ണയുടെ മണം. അപ്പൊ സുബൈദയോട് ചോദിച്ചു, സുബൈദ നല്ല മണമുണ്ടല്ലോ, നെയ്യിന്റെ ജെയ്ത്തെണ്ണയുടെ മണമുണ്ടല്ലോ, ഇത് എവിടെ നിന്ന് കിട്ടിയേ? അത് ഞാൻ കുറച്ച് ജെയ്ത്തെണ്ണ തലയിൽ പുരട്ടിയതാ. നിനക്ക് ജെയ്ത്തെണ്ണ വാങ്ങാൻ വേണ്ടി പൈസ ഉണ്ടല്ലേ നിന്റെ കയ്യിൽ, നീ വെറുതെ പറയുന്നതാണ്, പൈസ ഇല്ലാന്ന് ഇതാക്കുന്നല്ലേ എന്ന് പറഞ്ഞു. മനുഷ്യ, എന്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല, ഞാനിത് എനിക്കൊരാൾ തന്നതാ. ആരാ നിനക്ക് ജെയ്ത്തെണ്ണ തന്നെ? ഒരു പാത്രം വിൽക്കുന്ന ഒരാള് ഇവിടെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചിട്ട് വന്നിരുന്നു. എന്നിട്ട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് മടക്കി അയച്ചിട്ട് അയാൾ എന്നോട് ഒരുപാട് നിർബന്ധിച്ചപ്പോ ഞാൻ അടുക്കളയിൽ പോയിട്ട് നമ്മൾ ഇതുവരെ ഉപയോഗിക്കാണ്ട് വെച്ച ആ പാത്രയില്ലേ അതെടുത്തിട്ട് അയാൾക്ക് കൊണ്ടുകൊടുത്ത് അയാൾ എനിക്ക് കുറച്ച് ജെയ്ത്തെണ്ണ തന്ന്, എന്ത് രസാന്ന് ജെയ്ത്തെണ്ണ വരട്ടിയിട്ട് മണം.
അച്ഛൻ ഇങ്ങനെ ഒരു അന്തം വിട്ടിട്ട് ആള് എന്താ പറഞ്ഞേ, അച്ഛൻ ഒരൊറ്റ ഓട്ടം അടുക്കളയിലേക്ക്. നോക്കുമ്പോ അടുക്കളയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് ആ ചെമ്പില്ല അവിടെ. ഓടി വന്നിട്ട് സുബൈദയോട് പറഞ്ഞു, സുബൈദ നീ എന്ത് പണിയാ കാണിച്ചത്? പിന്നെ ചെമ്പ് അവിടെ പോയി, ചെമ്പോട് എന്ന് പറയാ. എല്ലാ മനുഷ്യൻ ഇതുവരെ ഒരു ഉപകാരം ഇല്ലാത്ത ആ ചെമ്പ് അത് കൊടുത്തിട്ട് കുറച്ച് ജയിത്തന്നെങ്ങും കിട്ടി, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കുഴപ്പാക്കുന്നത്. അയാളെ തലയിൽ കൈവച്ചിട്ട് ആ ഇരിപ്പിലാണ് നിലത്തിരുന്നു പോയി. നിന്ന നിൽപ്പിൽ അവിടെ നിലത്തേക്ക് ഇരുന്നു പോയി. എന്നിട്ട് ഒരുപാട് പിന്നെ ആകമോ ഇതാക്കി വെപ്രാളപ്പെട്ട്. അപ്പൊ സുബൈദ വിചാരിച്ചു ഇതെന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. സുബൈദ പിടിച്ച് പിന്നെ അവിടെ പിന്നെ ഇരുത്തി. എന്നിട്ട് ഒരുപാട് കാര്യം വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റി? സുബൈദ നീ അറിയോ, നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട്. എന്താ എന്നോട് പറയാത്ത കാര്യം? അന്ന് എനിക്ക് 200 ദിനാർ തന്നിട്ടില്ലേ സാദും സാദിയും, അവർ ഇന്നലെ എനിക്ക് വീണ്ടും 200 ദിനാർ തന്നിരുന്നു. എന്നിട്ടോ ആ പൈസ ഞാൻ നിന്നോട് പറയാതെ, നീ കഴിഞ്ഞ തവണ 200 ദിനാർ പരുന്നു കൊണ്ടപ്പോയി എന്ന് പറഞ്ഞപ്പോ എന്നെ എന്തൊക്കെയാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ പൈസ നിന്നോട് പോലും മക്കളോട് ആരോട് പറയാതെ ആ ചെമ്പിലിട്ട് വെച്ചിട്ടാണ് ഞാൻ മുതലാളിയെ കാണാൻ വേണ്ടി പോയി. ആ ചെമ്പ നീ എടുത്തു കൊടുത്തത് മാത്രക്കാരന്. സുബൈദ് ഇയാൾ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് പറഞ്ഞു, എല്ലാ മനുഷ്യ നിങ്ങൾ എന്തൊരു മന്ദബുദ്ധിയാണ്, നിങ്ങളെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് തുടങ്ങി ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ എന്തൊരു വിട്ടിത്താണ് നിങ്ങൾ കാണിക്കുക. ആ ചെമ്പിൽ വെക്ക, എന്നോട് ഒരു വാക്ക് പറഞ്ഞപ്പോലെ ആ ചെമ്പിൽ കൊണ്ട് കഴിഞ്ഞ തവണ വെച്ചപ്പോ തന്നെ നീ എന്നോട് എന്തെല്ലാം പറഞ്ഞ തൊപ്പിയിട്ട് കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിൽക്കാൻ വിട്ടിരുന്നോ നീ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ചെമ്പിലിട്ട് വെച്ചതാണ്. ആ ചെമ്പാ നീ എടുത്ത് കൊടുത്തത്. ആ പാത്രക്കാരനെ നിനക്കറിയോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. അയാള് രാവിലെ വന്ന് പോയതല്ലേ. അച്ഛൻ ആകെ പിന്നെ വെപ്രാളപ്പെട്ടിട്ട് എന്താ ചെയ്യേണ്ടത്. സുബൈദയാണെങ്കിൽ ഇയാളെ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ കല്യാണം കഴിച്ച് അന്ന് തുടങ്ങിയ ഇതാണ് പ്രശ്നമാണ്. 200 ദിനാർ ഒരിക്കൽ കിട്ടി അത് കളഞ്ഞു, രണ്ടാമതും കിട്ടി അതും കളഞ്ഞു. നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടൂല, ഞാനും മക്കളും രക്ഷപ്പെടൂല, എന്റെ ഗതി തന്നെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇവളിങ്ങനെ മാറത്തടിച്ച് കരയാണ്. അച്ഛൻ പറഞ്ഞു, സുബൈദ ഞാനൊന്ന് ഓടി നോക്കട്ടെ ടൗണിലേക്ക്. എന്ത് ടൗണിലേക്ക് ഓടി നോക്കാം? രാവിലെ വന്നിട്ട് പോയ പാത്രക്കാരൻ ഇപ്പൊ പോയിട്ട് കിട്ടാനാ? നിങ്ങൾ എന്തെന്നായി പറയുന്നത്? അതൊന്നും കിട്ടൂല. അച്ഛൻ ആകെ വിഷമിച്ചിട്ട്, അച്ഛനുള്ള വിഷമം എന്താണെന്നറിയോ? എന്താ, അടുത്ത വർഷം ഇതേ ദിവസം ആര് വരും? സാദും സാദിയും വരും. അവരോട് വാക്ക് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത് പരുന്ത് കൊണ്ടുപോയി. കഴിഞ്ഞ തവണത്തെ കഥ കേൾക്കണം കേട്ടോ. പാർട്ട് 1 അല്ല പാർട്ട് 2ഉം 1ഉം കേൾക്കണം, എങ്കിൽ മാത്രമേ ഈ കഥ മനസ്സിലാവുള്ളൂ. ആദ്യമായിട്ട് കേൾക്കുന്നവരോടാണേ. അപ്പോ കഴിഞ്ഞ തവണ തന്നെ പരുന്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെയൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ്. ഇപ്രാവശ്യം ഒരു തരത്തിലും ഞാനിത് നഷ്ടപ്പെടുത്തൂല എന്ന് പറഞ്ഞിട്ട് അത്രയും ഉറപ്പോട് കൂടിയിട്ട് സാധ എനിക്ക് തന്നതാണ്. ഇനി എന്താ പറയാ അവരോട്? ഇത് പാത്രക്കാരൻ കൊണ്ടുപോയിന്നാ, ഇത് ഇവൻ സ്ഥിരം തട്ടിപ്പാതല്ലേ അവര് വിചാരിക്കുക എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ അച്ഛൻ അവിടെ തന്നെ കിടന്നുറങ്ങാണ്. പടച്ചോനെ എന്റെ ഒരു വിധി, എന്തൊരു വിധിയായത്. ആ സാധി പറഞ്ഞ പോലെ തന്നെയായി. പടച്ചോൻ വിചാരിക്കാതെ പൈസക്കാരനാകുന്നില്ലല്ലോ അല്ലെ. ഇത്ര പണം കിട്ടിയെനിക്ക്, 200 ദിനാർ കിട്ടിയില്ലേ, എന്നിട്ട് അത് രണ്ടും നഷ്ടപ്പെട്ടില്ലേ, ഞാൻ എങ്ങനെ പണക്കാരനാവും? എന്റെ ഒരു വിധി നോക്കണേ, എന്താ എന്റെ അവസ്ഥ എന്നൊക്കെ ചിന്തിച്ചിട്ട് അച്ഛൻ സുബൈദ പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങളെ വിധി എന്താണ് ഞാൻ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വീണ്ടും പഴയ പോലെ തന്നെ പിറ്റേന്ന് വീണ്ടും പഴയ പണിക്ക് തന്നെ പോകാൻ തുടങ്ങി. രാവിലെ പോവും, ചകരി വിരിക്കും, കയറാക്കും, കടയിലേക്ക് അല്ല അങ്ങാടിയിലേക്ക് കൊണ്ടു കൊടുക്കും. അങ്ങനെ പഴയ ജീവിതം തന്നെ. അച്ഛൻ എപ്പോഴും മനസ്സിലൊരു വേദനയാണ്. എന്താണ്? സാദും സാദിയും ഒരു വർഷമാകുമ്പോൾ വരും. അവരോട് എന്തു പറയും? അച്ഛന് ഒരു ഉത്തരവും കിട്ടുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഒരു വർഷം പൂർത്തിയാകുക. സാദും സാദിയും വീണ്ടും വരികയാണ് ഇവരുടെ അടുത്തേക്ക്. ദൂരെ നിന്നേ സാദു പറയുന്നുണ്ട്, എന്ത് സാദി നോക്ക്, അച്ഛൻ കട തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കട തുറന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും അവൻ വലിയ പൈസക്കാരനായിട്ടുണ്ടാവും, ഉറപ്പാണ്. നീ തോക്കൂ ഇപ്രാവശ്യം, ഉറപ്പാ. നോക്കാം, സാദി പറയാണ്, നോക്കാം, നമുക്ക് നോക്കാം. അങ്ങനെ അവര് നടന്ന് അച്ഛന്റെ കടയിലെത്തി. അച്ഛനോട് സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം ചൊല്ലി. അച്ഛൻ സലാം മടക്കി. അച്ഛൻ എന്താ പറയാ? എന്ത് പറ്റി? ആകെ മുഖമൊക്കെ വളരെയിരിക്കുന്നല്ലോ, എന്ത് പറ്റിയേ? അച്ഛൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. അച്ഛൻ വീണ്ടും ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വീഴാണ്. കഴിഞ്ഞ തവണ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരുന്നിരുന്നല്ലേ, ഈ പ്രാവശ്യം അച്ഛന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴിക്കുകയാണ്.
എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയ നീ എന്തിനാ കരയുന്നേ, നീ എന്താ പറ്റിയെന്ന് എനിക്ക് പറ. അവര് വിചാരിച്ചു വലിയ പൈസക്കാരനായിട്ട് അതിന്റെ സന്തോഷം കൊണ്ടാണ് കരയുന്നത്. അപ്പൊ ഇങ്ങനെ കരയാണ്, വിതുമ്പി വിതുമ്പി കരയാണ് അസൻ. എന്റെ ഒരു വിധി മക്കളെ, എനിക്ക് നിങ്ങള് 2 തവണ 400 ദിനാർ തന്നു, എന്നിട്ടും എല്ലാം നഷ്ടപ്പെട്ടു. ഇതും നഷ്ടപ്പെട്ട. അവര് ചോദിക്കാണ് നഷ്ടപ്പെട്ടു പോയി, എന്താ പറ്റിയ സംഭവങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ വീട്ടില് പാത്രത്തിൽ കൊണ്ടുവച്ചതും പാത്രക്കാരൻ വന്നതും സുബൈദ എടുത്ത് കൊടുത്തതൊക്കെ പറഞ്ഞിട്ട് ഹസൻ ഇങ്ങനെ കണ്ണീരൊലിപ്പിക്കുകയാണ്. അപ്പം രണ്ടാമനായ സാദി പറയാണ്, സാദാ ഞാൻ പറഞ്ഞത് സത്യായില്ലേ, എത്ര പൈസ കിട്ടിയിട്ടും കാര്യമില്ല, ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ എന്താവുള്ളൂ, പണക്കാരനായി മാറാൻ പറ്റുള്ളൂ. 200 ദിനാർ 2 തവണ നീ കൊടുത്തു, എന്നിട്ടും ഇയാൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ പണക്കാരനായി മാറിയിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കട്ടെ, ദൈവത്തിന്റെ കടാക്ഷം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് പണം കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ എന്നല്ലേ എന്ന് പറഞ്ഞു. പാട് സാധു പറഞ്ഞു, ഒന്നാമൻ പറഞ്ഞു, ശരിയാ, നീ പറഞ്ഞത് ശരിയാ, ഞാൻ തോറ്റു, ഞാൻ നിന്റെ പന്തയത്തിൽ തോറ്റു, നീ ജയിച്ചിരിക്കുന്നു. അപ്പൊ അത് കേട്ടപ്പോ രണ്ടാമനായ സാദിക്ക് ഭയങ്കര വിഷമായി. കാരണം ഉറ്റ ചങ്ങാതിയാണ്, തോൽവി സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോ അവന് ഭയങ്കര സങ്കടമായി. നീ അങ്ങനെ വിഷമിച്ചിട്ടൊന്നും പറയല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, 2 തവണ നീ കൊടുത്തില്ലേ, ഈ പ്രാവശ്യം ഞാൻ കൊടുക്കാം. 2 തവണ നീ 200 ദിനാർ വെച്ച് കൊടുത്തില്ലേ, ഈ പ്രാവശ്യം ഞാൻ ഇവന് കൊടുക്കാം. ഇവൻ അതുകൊണ്ട് പൈസക്കാരനാവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അസ്റ്റാൻ ഇങ്ങനെ സന്തോഷം കൊണ്ട് മനസ്സിലിങ്ങനെ തുള്ളിച്ചാണ്. 2 തവണ നഷ്ടപ്പെട്ടു, 3ാമത്തെ തവണയാണ് പണം കിട്ടാൻ പോകുന്നത്. അപ്പം രണ്ടാമത്തവൻ വന്നിട്ട് അസനോട് പറയാണ്, അതായത് 3ാമത്തെ തവണയും കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഈ കഥയുടെ ബാക്കി അടുത്ത പാർട്ടിൽ നമുക്ക് പറയാം. 3ാമതും ഈ സാദി എന്ന് പറഞ്ഞ രണ്ടാമത്തെ സുഹൃത്ത് അസന് 200 ദിനാറാണോ കൊടുത്തിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള തുടർ കഥ ഇതിന്റെ പിറകിലേ വരും. എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനല് KHL ഹാപ്പി ഹോം എന്ന് പറഞ്ഞ് ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ നൈസ് ഡേ.